ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 10 ദിവസത്തിന് ശേഷം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 100% പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. നമ്മളുടെ ജീവിത രീതിയിലും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു സ്ത്രീയുടെ ഫസ്റ്റ് പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ഉണ്ടാവുന്നത് കേട്ടോ. അതുകൊണ്ട് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുപോലെ വീഡിയോസിൽ പറയുന്ന യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളില്ലെങ്കിലും നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രണ്ടാമതായിട്ട്, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി 100% പോസിറ്റീവ് ആണോ എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. നമ്മളിൽ PCOD ഉള്ളവർക്ക്, അതുപോലെ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ നമുക്ക് PMS ഉള്ളവർക്കൊക്കെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രഗ്നൻസിയുടെ പോലെയുള്ളത് ഉണ്ടായിട്ട് പീരീഡ്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ ആരും സീരിയസ് ആയിട്ട് എടുക്കാതെ ഈ ലക്ഷണങ്ങൾ ഉള്ളത് പ്രഗ്നൻസിയുടേതാണെന്നും കൂടി ഓർത്തിട്ട് നിങ്ങളെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കേട്ടോ. ഒരുപാട് പേര് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ PCOD ഉള്ളപ്പോഴും PMS ഉള്ളപ്പോഴും വരുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പീരീഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് മിസ്സായി കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യുന്നവരും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവരും അതുപോലെ സ്പൈസസ് അടങ്ങിയിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള മെഡിസിൻസ് പീരീഡ്സ് നീണ്ടു പോകുമ്പോൾ എടുത്ത് കഴിക്കുന്നവരും ഉണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അതിനെ ആ ഒരു പർപ്പസിൽ മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ, സ്ട്രെസ് കൂട്ടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാവുന്നതാണ് ബാക്ക് പെയിൻ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഈ ബാക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത് ലോവർ ബാക്ക് പോർഷനിലോ മിഡിലില് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ലോവർ ബാക്ക് പോർഷനിലെ വേദന ഉണ്ടാകും. കാരണം നമ്മളുടെ ആ ഒരു യൂട്രസ് പ്രഷർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോവർ ബാക്ക് പോർഷനിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. അത് നിങ്ങൾക്കുണ്ടാകാം. ദെൻ കുറച്ചങ്ങോട്ട് കഴിയും തോറും നിങ്ങൾക്ക് ആ ഒരു മിഡിൽ പോർഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ടും വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും ബാക്ക് പെയിൻ ഉള്ളതാണ്. സ്ത്രീകളുടെ കൂടപ്പുറപ്പാണ് ബാക്ക് പെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രഗ്നന്റ് ആകുന്നതിന്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു സിംറ്റവും കൂടിയാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാക്ക് പെയിൻ എന്തെങ്കിലും ഒരുപാട് നേരം നിൽക്കുന്ന സമയത്തോ ഒരുപാട് നേരം കുമ്പിട്ട് നിന്ന് ജോലികൾ ചെയ്യുന്ന സമയത്തോ ബാക്ക് പെയിൻ ഒരുപാട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ചു നേരമൊക്കെ ശരീരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോലിയിലോട്ട് തിരികെ വരിക കേട്ടോ. ഒരുപാട് ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് പിമ്പിൾസ്. പീരീഡ്സ് ആകുന്ന സമയത്ത് പിമ്പിൾസ് ഉണ്ടാവുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്തും പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്നതിനുള്ള കാരണം, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HCG എന്നീ പല ഹോർമോൺസും ഡെവലപ്പ് ആകുന്നുണ്ട്. ഈ ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫേസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഫേസിൽ കൂടുതലായിട്ട് എണ്ണമയം ഉണ്ടാകും, ചിലർക്ക് മറ്റുള്ള ഒരുപാട് ഡ്രൈനെസ് ഫേസിൽ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലാണ്. പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് ആ ഹോർമോൺ ഷിഫ്റ്റ് മൂലമാണെങ്കിൽ ഇതേ മെക്കാനിസം തന്നെയാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്തും നിങ്ങളിൽ ഉണ്ടാവുന്നത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാലും പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് ഓവറായിട്ട് ചിന്തിച്ച് വിഷമിക്കാതെ പ്രഗ്നൻസിയുടെ ഇതിലും ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. എപ്പോൾ നമ്മുടെ മനസ്സ് മാറുമെന്ന് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ വരിക, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് നമുക്ക് കരച്ചിൽ വരിക, ചെറിയ ഇമോഷണൽ സീൻസ് ഒക്കെ ആണെങ്കിലും ചെറിയ വീഡിയോസ് ഒക്കെ ആണെങ്കിലും കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോവുക, എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തോർത്ത് നമ്മൾ കരയുക. ഇതെല്ലാം ഈ മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് നമുക്ക് ശരീരത്തിൽ വരുന്നത് കൊണ്ടാണ് കേട്ടോ. മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന എല്ലാവരും പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. പീരീഡ്സിന്റെ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ
ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ധാരണ കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഈ ദേഷ്യം പലർക്കും ഉണ്ടാകുന്നത് ചിലപ്പോൾ അവരവരോട് തന്നെയായിരിക്കും. പ്രഗ്നൻസി ലേറ്റ് ആയി പോകുന്നതിനോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഇൻലോസുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോഴുണ്ടാകുന്ന ദേഷ്യം, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് നമുക്ക് ദേഷ്യം അനുഭവപ്പെടുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ടുള്ള നമ്മുടെ ഹസ്ബൻഡിനോടായിരിക്കും. നമുക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളോട് ദേഷ്യവും മടുപ്പും ഒക്കെ തോന്നി നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി ഏണി ഏറുക എന്ന് പറയില്ലേ, നമ്മൾ ഇവിടേക്ക് അങ്ങനെ പറയും, ഏണി ഏറുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോടൊന്ന് പറയുക, എനിക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഏണി ഏറാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പോൾ അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാനായിട്ട് പറയാം കേട്ടോ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൂഡ് സ്വിങ്സ് ആണ് അടുത്തൊരു ലക്ഷണം. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഫെയിൻറ്റിംഗ് ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുക. ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തല ഒന്ന് ഫെയിൻ്റ് ആയി പോകുന്നത് പോലെ നമുക്ക് തോന്നും. എസ്പെഷ്യലി നമുക്കത് അനുഭവപ്പെടുന്നത് നിന്നുകൊണ്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴായിരിക്കും. ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നില്ല, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നാണ് ഇരുന്നുകൊണ്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോൺ നോക്കുകയാണെങ്കിലും TV നോക്കുകയാണെങ്കിലും അതെല്ലാം നമ്മൾ റിലാക്സ് ആയിക്കൊണ്ടിരുന്നാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നേരെ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ഒരുപാട്, ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അയയിൽ എന്തെങ്കിലും തുണികൾ വിരിക്കുക, അല്ലെങ്കിൽ കുമ്പിട്ട് നിവർന്നിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകുകയോ തുണിയോ ഊരോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുക, അതുപോലെ തേങ്ങ ചിരണ്ടുന്നത്, പാത്രം കഴുകുന്നത്, ഇതെല്ലാം നമ്മൾ നിന്നിട്ട് ചെയ്യുന്ന ജോലികളാണ്. ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്ട്രെയിൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും അപ്പോൾ നമ്മൾ ബോഡി ജസ്റ്റ് ഒന്ന് ടയേർഡ് ആകുമ്പോഴേക്കും നമുക്ക് തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെടുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഫെയിൻറ്റിംഗ് അനുഭവപ്പെടുന്നത്. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആളുകൾക്ക്, അതായത് വജൈനൽ ഇൻസേർട്ട് ചെയ്യുന്ന മെഡിസിൻ ആണെങ്കിലും ഉള്ളിൽ പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആളുകളിലാണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് തളർച്ചയും ക്ഷീണമൊക്കെ അനുഭവപ്പെടുമ്പോഴേക്കും ആ ക്ഷീണത്തിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് തല കറങ്ങുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്നത് ഒരു കസേരയിലാണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് ബെഡിലോട്ട് കയറി നിങ്ങൾ നടുക്ക് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾ തല കറങ്ങി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അഞ്ചാമത്തെ ഒരു ലക്ഷണമാണ് അബ്ഡോമൻ പെയിൻ. നമുക്ക് ലോവർ അബ്ഡോമൻ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ പല തരത്തിലുള്ള വേദനകൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകാം. 10 തരം അബ്ഡോമൻ പെയിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയും വ്യത്യാസങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അബ്ഡോമൻ ഉണ്ടാവുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കും. കുത്തുന്നത് പോലെയുള്ളൊരു വേദന വരാം, കൊളുത്തി വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നത് പോലെയുള്ളൊരു വേദന, അല്ലെങ്കിൽ വയറിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാവുക, കമിഴ്ന്ന് കിടക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കുമ്പിടുമ്പോൾ നമുക്ക് ഹെവിനെസ് തോന്നുക, ലോവർ അബ്ഡമൻ ഭാഗത്ത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഹെവിനെസ് തോന്നുക. അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് അബ്ഡമൻ ഭാഗത്ത് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉടനടി തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഏറ്റവും ആദ്യം ശരീരത്തിനെ എഫക്ട് ചെയ്യുന്ന ഭാഗങ്ങളെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തത്. അതുപോലെ തന്നെ പലയധികം മാറ്റങ്ങൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകും. നമ്മുടെ ബ്രസ്റ്റിന് വ്യത്യാസം വരും, നമുക്ക് കാലിൽ വേദന വരും, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇനി നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.